പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 66-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നോക്കേണ്ടത്. ശ്ലോകം ചൊല്ലാം. ഇന്ദിന്ദിരങ്ങൾ മുരളുന്നതും ഇന്ദിരേശൻ മന്ദം തുടങ്ങിയ കുഴൽധ്വനിയും വനാന്തേ ഒന്നിച്ചു ചേർന്നു തരുണാക്ഷികളോടു ചൊന്നാൻ വൃന്ദാവനത്തിൽ വരുവാൻ അവർ ദൂതരോവാൻ. ഇന്ദിന്ദിരങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടുകൾ. ഇന്ദിന്ദിരങ്ങൾ മുരളുന്നതും ഇന്ദിരേശൻ വനാന്തേ. ഇന്ദിരേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദിരാനാഥൻ, ശ്രീകൃഷ്ണൻ, രമാവല്ലഭൻ. വനാന്തേ വനത്തിൽ, കാട്ടിലെവിടെയോ നിന്ന് ശ്രീകൃഷ്ണൻ മന്ദം തുടങ്ങിയ കുഴൽ ധ്വനിയും വേണുനാദം. രാത്രിയിൽ കാട്ടിലെവിടെയോ നിന്ന് ശ്രീകൃഷ്ണൻ കുഴൽ വിളിക്കുന്നതും ഇന്ദിന്ദിരങ്ങൾ മുരളുന്നതും, ഇത് രണ്ടും ഗോപാംഗനമാരോട് വൃന്ദാവനത്തിലേക്ക് ചെല്ലാനുള്ള ദൂതാണോ എന്നാണ് കവിയുടെ സംശയം. തരുണാക്ഷികളോട് ചൊന്നാൻ വൃന്ദാവനത്തിൽ വരുവാൻ അവർ ദൂതരോവാൻ എന്ന് വെച്ചാൽ അവർ എന്ന് പറഞ്ഞാൽ ആരാ? ഈ വണ്ടുകളുടെ മുരൾച്ചയും ആ ശബ്ദവും ശ്രീകൃഷ്ണൻ വേണുഗാനം പൊഴിക്കുന്ന ആ വേണുഗാനത്തിൻ്റെ ശബ്ദവും ഇത് രണ്ടും ദൂതന്മാരാണോ എന്നാണ് സംശയം. വൃന്ദാവനത്തിലേക്ക് ഗോപികമാരെ ക്ഷണിക്കുകയാണോ ഈ രണ്ട് ശബ്ദങ്ങളും എന്നാണ് പൂന്താനത്തിൻ്റെ സംശയം. അവരെ വിളിക്കാൻ കൃഷ്ണൻ അയച്ച ദൂതരാണോ എന്നാണ് സംശയം. അഥവാ ഈ നീലക്കറുപ്പ് നിറം, വണ്ടുകൾക്ക് നല്ല കറുപ്പ് നിറമാണല്ലോ. കടും നീലയാകുമ്പോൾ അതൊരു കറുപ്പാണെന്ന് പെട്ടെന്നൊക്കെ തോന്നും അല്ലേ? അതേപോലെയുള്ള നിറമാണ് ശ്രീകൃഷ്ണനും, കടും നീലക്കറുപ്പ്. അപ്പോൾ നീലക്കറുപ്പ് നിറമുള്ള വണ്ടുകൾക്ക് ശ്രീകൃഷ്ണനോടുള്ള ആ ഒരു നിറത്തിൻ്റെ ഒരു സാമ്യം, നിറത്തിനുള്ള സാമ്യം കൊണ്ടും അവർ വിഷ്ണു പാർഷദന്മാരെ പോലെ കൃഷ്ണ സന്ദേശവും കൊണ്ട് ചെന്നതാവാം. വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ വേഷഭൂഷകൾ തന്നെയാണ്, ഭഗവാന്റെ വേഷഭൂഷകൾ തന്നെയാണ് പാർഷദന്മാർക്കും. അതേപോലെ കൃഷ്ണൻ്റെ ആ നിറമായിട്ട് വിഷ്ണു പാർഷദന്മാർ വരുന്ന പോലെ കൃഷ്ണൻ്റെ സന്ദേശവും കൊണ്ട് ഈ വണ്ടുകൾ വന്നതായിരിക്കാം എന്നാണ് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം 67. തൂവെണ്ണിലാവു വിരവിൽ തെളിയുന്ന നേരം, പൂവിന്നിളം പരിമളം ചൊരിയുന്ന നേരം, കാർവർണ്ണനക്കുഴലെടുത്തു വിളിച്ച നേരം, നീൽക്കണ്ണിമാരുഴറി വന്നതു കാൺമനോ ഞാൻ. ഇതും മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. ആ ഒരു കാഴ്ച എനിക്ക് കാണണം, വിരവിൽ കാണണം, എനിക്ക് ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. വിരവിൽ ബന്ധപ്പെട്ട് നീൽക്കണ്ണിമാർ വന്നത് എനിക്കൊന്ന് കാണണം, കാൺമനോ എന്നാണ് പറയണത്. വിരവിൽ തൂവെണ്ണിലാവ് തെളിയുന്ന നേരം. വിരവിൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. തൂവെണ്ണിലാവ് വേഗം. തൂവെണ്ണിലാവ് വിരിയുന്നത് എപ്പോഴാണ്? പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം, ശുക്ലപക്ഷ പൗർണമിയുടെ അന്ന്. അപ്പോൾ ആ സമയം തൂവെണ്ണിലാവ് തെളിയുന്ന നേരം, പൂർണ്ണചന്ദ്രൻ ഉദിക്കും. അത് കുറച്ച് നേരത്തെ തന്നെ നമുക്ക് സന്ധ്യ ആവുന്നതിന് മുമ്പേ ചന്ദ്രനെ കിഴക്കേ ആകാശത്ത് കാണാം, പൗർണമി ദിവസം അല്ലേ? അത് വിരവിൽ, അതാണ് വിരവിൽ എന്ന് പറഞ്ഞത്. പിന്നെ പൂവിന്നിളം പരിമളം ചൊരിയുന്ന നേരം, സന്ധ്യയ്ക്ക് വിരിയുന്ന പൂക്കളുടെ ഇളം പരിമളം. വെളുത്ത പൂക്കളൊക്കെ സന്ധ്യയ്ക്കാണ്. മുല്ല, പിച്ചി അങ്ങനത്തെ പൂക്കൾ, അതുപോലെ ഗന്ധരാജൻ എന്നൊക്കെ ഒരു
പവിഴമല്ലി, ഇതൊക്കെ സന്ധ്യ ആകുമ്പോഴേക്കും ഇങ്ങനെ വിരിഞ്ഞ് നല്ല സുഗന്ധം, അതുപോലെ ഇളം സുഗന്ധമാണ് വരിക. അതിൻ്റെയൊക്കെ സുഗന്ധം, രൂക്ഷത ഇല്ലാത്ത സുഗന്ധം, അതാണ് ഇളം പരിമളം. ചൊരിയുന്ന നേരം, തൂവെണ്ണിലാവ് വിരിയുന്ന നേരവും പൂവിൻ്റെ ഇളം പരിമളം ചൊരിയുന്ന നേരം, ആ നേരത്താണ് കാർവർണ്ണൻ കുഴലെടുത്ത് വിളിച്ചത്. ആ നേരത്താണ് ഇതെല്ലാം കൂടി ഒത്ത നേരം, ഈ 3 കാര്യവും ഒത്ത നേരം എന്താ ഉണ്ടായത്? ഗോപസുന്ദരിമാർ, നീൾക്കണ്ണിമാർ, നീണ്ട കണ്ണുകളുള്ളവർ, സുന്ദരിമാർ. സുന്ദരിമാരുടെയൊക്കെ കണ്ണുകൾ നീളം ഉള്ളതാണത്രേ, അഥവാ നീണ്ട കണ്ണുകളുള്ളവർ സുന്ദരിമാരാണ്, അങ്ങനെയും ഒരർത്ഥം പറയാം. അവർ ഗോപാംഗനമാർ ഉഴറി വന്നത്, ബന്ധപ്പെട്ട് വന്നു. അത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് ചോദിക്കണത്. അതൊന്നൊരു കാണാനൊരാഗ്രഹം ഉണ്ട് എന്നാണ്. അടുത്ത ശ്ലോകം നോക്കാം. അംഗഭംഗി കണ്ടു കണ്ടനങ്കമാൽ പിണഞ്ഞുമേവുമംഗനാജനത്തോടെ മനം കലർന്ന മാധവൻ, രംഗനാഥനെന്നു പേർ പുകഴ്ന്ന നാഥനിന്നെനിക്കു സംഗനാശമെന്നു ചൊന്ന മംഗലം തരേണമേ. നല്ല താളത്തിൽ ചൊല്ലാൻ പറ്റിയൊരു ശ്ലോകം. പഞ്ചചാമരം എന്ന വൃത്താണ് ഈ ശ്ലോകത്തിൽ കൊടുത്തേക്കുന്നത്. അംഗഭംഗി കണ്ട് അനങ്കമാൽ പിണഞ്ഞു എന്നാണ്. ആർക്ക്? അനങ്കമാൽ. അനങ്കൻ എന്ന് പറഞ്ഞാൽ ദേഹം ഇല്ലാത്തവൻ, അംഗം ഇല്ലാത്തവൻ, കാമദേവൻ. ആരുടെ അംഗഭംഗി? ഭഗവാന്റെ അംഗഭംഗി. ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട് അനങ്കമാൽ പിണഞ്ഞു. ആർക്ക്? ഗോപാംഗനമാർക്ക്. ആ അങ്കനമാർക്ക് അനങ്കമാൽ പിണഞ്ഞ് ഉള്ള ആ നോട്ടം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അനങ്കമാൽ പിണഞ്ഞവരുമായിട്ട് അവരോടുകൂടി, കാമപീഡയിൽ അകപ്പെട്ട സ്ത്രീകളുടെ മനസ്സോടുകൂടി ഭഗവാന്റെ മനസ്സും ഭഗവാനും അവരോട് അനുഭാവമുണ്ടായി എന്നർത്ഥം. അനങ്കമാൽ പിണഞ്ഞുമേവുമംഗനാജനത്തോടെ മനം കലർന്ന മാധവൻ. മാധവൻ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെ മാറിൽ ധരിച്ചിരിക്കുന്നവനാണ് മാധവൻ. രംഗനാഥൻ എന്ന പേർ പുകഴ്ന്ന നാഥൻ. രംഗനാഥൻ എന്ന പേര് വന്നത് എപ്പോഴാണ്? ഈ രാസക്രീഡ കഴിഞ്ഞപ്പോഴാണ് രംഗനാഥൻ എന്ന പേര് കൃഷ്ണന് വന്നത്. അത് ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ, അങ്ങനെ ഇടകലർന്നിട്ടാണ്. ഓരോ ഗോപികമാർക്കും ഓരോ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ വാട്ടത്തിൽ നിന്ന് പിന്നെ നടുക്ക് ഒരു കൃഷ്ണനും, അങ്ങനെ ആയിരുന്നു രാസക്രീഡ. അതാണ് ആ രംഗനാഥൻ. ഗോപാംഗനമാരുടെ നാഥൻ എന്നുമുണ്ട്, അതല്ലെങ്കിൽ സർവേശ്വരൻ എന്നുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ മാധവൻ അല്ലെങ്കിൽ ആ രംഗനാഥൻ എനിക്ക് സംഗനാശം എന്നു ചൊന്ന മംഗലം തരണേ എന്ന. സംഗനാശം എന്ന് പറഞ്ഞാൽ സംസാരബന്ധമോചനം. ഈ സംസാരത്തിൽ കിടന്നങ്ങനെ ഉഴറി എല്ലാത്തിനോടും സംഘം വന്നിട്ട് ഒന്നും വേണ്ടതുപോലെ ആവാതെ, അങ്ങനെ അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് പൂന്താനം. അനുപ്രാസം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ശ്ലോകമാണ് ഇത്, പഞ്ചചാമര വൃത്തത്തിൽ, അതും നല്ല ശുദ്ധ മലയാളത്തിൽ. അറുപത്തിയൊമ്പതാമത്തെ ശ്ലോകം കൂടി നോക്കാം. ചെന്താമരപ്പൂമലർമാല മൗലൗ ചെന്താമര കണ്ണനണിഞ്ഞു നന്നായി, വൃന്ദാവനത്തിൽ കുഴലൂതുമക്കോപ്പെന്നാകിലും ചേതസി കണ്ടിതാവൂ. ചെന്താമരപ്പൂവ് മലർമാല, ചെന്താമരപ്പൂവും വനമാലയും, ചെന്താമരക്കണ്ണൻ
ചെന്താമരക്കണ്ണൻ അണിഞ്ഞു നന്നായി. വനമാലയും ചെന്താമരപ്പൂവും ഒക്കെ അണിഞ്ഞ ആ ചെന്താമരക്കണ്ണൻ, ചെന്താമരയുടെ ദളം പോലെയുള്ള കടക്കണ്ണ്. അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും നീണ്ട് വിശാലമായ കണ്ണ്. പിന്നെ അങ്ങനെയുണ്ട് ഒരർത്ഥം. പിന്നെ ആ കടക്കണ്ണിൽ, ആ കണ്ണിൻ്റെ കോണിൽ ഒരു ചുമപ്പ് രാശിയുള്ള കണ്ണ് എന്നും കൂടി അർത്ഥമുണ്ട്. അങ്ങനത്തെ കണ്ണുള്ളവൻ എന്ന്. മൗലൗ എന്നുവെച്ചാൽ ശിരസിൽ നന്നായി അണിഞ്ഞ് വൃന്ദാവനത്തിൽ കുഴലൂത്. അങ്ങനെ ആ വേഷത്തിൽ വൃന്ദാവനത്തിൽ നിന്ന് കുഴലൂതുന്ന ആ കണ്ണനെ, ആ കണ്ണൻ്റെ കോപ്പ് എന്ന് പറഞ്ഞാൽ ആ കണ്ണൻ്റെ ആ വേഷം അല്ലെങ്കിൽ കണ്ണൻ്റെ അലങ്കാരവും ഒക്കെ ആയിട്ട് ആ കൃഷ്ണനെ ചേതസി കണ്ടിതാവൂ, എനിക്കൊന്ന് മനസ്സിൽ കാണാറാകണമേ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ കവി പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.